അപ്പോൾ ഇത് ഇന്ന് ഞാൻ മുടി വെട്ടിയതാണേ. ഉണ്ടോ? അതെ, ചിന്നിൻ്റെ ലെവൽ വെച്ചാണ് വെട്ടിയത്. അതെ, കറക്റ്റ് താഴെയിട്ട് കണ്ടോ. ഈ നീണ്ടു കിടക്കണ ഇത് എൻ്റെ ബാക്കിലെ മുടിയാട്ടോ. ബാക്കിൽ നിന്ന് അത് ഫ്രണ്ടിലായിട്ട് വന്നാണ്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇത് ഞാൻ ഇങ്ങനെ പാർട്ടീഷൻ എടുത്തേക്കുന്ന കാരണം ഈ വശത്ത് ഇച്ചിരി കൂടുതൽ മുടിയുണ്ട് കേട്ടോ. അതങ്ങനെ കിടക്കുന്നേ. അപ്പോൾ ഇതേ ഇന്ന് ഞാൻ എൻ്റെ മുടി വെട്ടാനായിട്ട് പോവുകയാണേ. അതുകൊണ്ട് എൻ്റെ മുടി ഇത്രയും നീണ്ട്. എനിക്ക് ഇത്രയും നീളണ ഇഷ്ടമില്ല. എനിക്ക് ഇച്ചിരിയും കൂടെ ലെങ്ത് കുറഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടമേ. അപ്പോൾ ഞാൻ മുടി വെട്ടാനായിട്ട് വന്നപ്പോൾ കുഞ്ചു എന്നോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്റെ മുടി വെട്ടിത്തരാം, ഐ എം യുവർ സെർവൻ്റ് എന്ന്. അപ്പോൾ കക്ഷീനെ എൻ്റെ മുടി വെട്ടാൻ ഏൽപ്പിച്ചാൽ എന്തുവാകും എൻ്റെ മുടിയുടെ അവസ്ഥ? നീ വെട്ടിത്തരുവോ? ഓ മൈ ഗോഷ്, വെട്ടിത്തരാം. കുഞ്ഞിപ്പോ മലയാളം പഠിക്കണമെന്ന് കുഞ്ഞിന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അത് കാരണം കുഞ്ഞ് മലയാളം പഠിച്ചു വരുന്നുണ്ട്. ഓക്കെ, നോക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ മുടി വെട്ടിയിട്ട് കാണാട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാൻ വെട്ടണതൊക്കെ കാണിച്ചു തരാം. അപ്പം മുടി നമ്മൾ വെട്ടുന്നതിന് മുന്നേ ആദ്യം നന്നായിട്ട് സ്കാൽപ്പിലെയും ഹെയറിലെയും ഒക്കെ ചെളിയും എണ്ണയൊക്കെ പോകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഷാമ്പൂ ചെയ്യണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടിക്കഴിഞ്ഞ് നമ്മൾ ഷാമ്പൂ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുടി നമ്മൾ വെട്ടിയത് കയറി ഇറങ്ങിയൊക്കെ കിടക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ സ്ട്രെയിറ്റ് ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. അപ്പം അതുകൊണ്ട് ആദ്യം അത് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുളിച്ചിട്ട് അന്നേരം തന്നെയാണെങ്കിൽ അന്നേരം തന്നെ മുടി വെട്ടാം. ഇല്ല കുളിച്ചത് തലേന്നോ അല്ലെങ്കിൽ നേരത്തെ വല്ലതും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ടൊന്ന് ഇതുപോലെ സ്പ്രേ ചെയ്ത് വെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് നനയ്ക്കുക. അതിനുശേഷം ഇതുപോലെ നമ്മുടെ ബാക്കിലേക്ക് മുടിയെല്ലാം കൂടെ പിടിച്ച് ഒരു റബ്ബർ ബാൻഡോ ഒരു എന്തെങ്കിലും തലയിൽ കെട്ടുന്ന സാധനം ഇട്ടിട്ട് കെട്ടിവെക്കുക. നമ്മുടെ കഴുത്തിനോട് ചേർത്ത് കെട്ടിവെക്കുക. അതിനുശേഷം നമുക്ക് എന്തോരം ലെങ്താണ് കുറയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അതിന് അനുസരിച്ചിട്ട് നമ്മൾ വെട്ടിക്കളയുക. പിന്നെ വെട്ടിക്കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എത്രത്തോളം ലെങ്താണോ നമുക്ക് വേണ്ടത് അതിൽ ഒരു ഇഞ്ച് 1.5 ഇഞ്ച് കൂടുതൽ വേണം വെട്ടാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി മുടിയും കൂടെ വെട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ലെങ്ത് കുറഞ്ഞു പോകും. അപ്പം അത് വരാതിരിക്കാനായിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ ഇത്രയും മുടിയാണ് വെട്ടിക്കളഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയിട്ട് അതിനുശേഷം വളർന്ന മുടിയാണത്. അപ്പം ഞാൻ എൻ്റെ സാധാരണ ഒരു മുടിയുടെ ലെങ്ത് വെക്കണേ അത്രയാണ് ഇപ്പം ഞാൻ വെട്ടിക്കളഞ്ഞത്. അപ്പം ഇങ്ങനെ വെട്ടിക്കളയുമ്പോൾ നമുക്ക് ബാക്കിലൊരു സ്ട്രെയിറ്റ് കട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ആ എക്സ്ട്രാ നീണ്ടു വന്ന മുടിയെല്ലാം അങ്ങ് പോയിട്ട് ഒരു സ്ട്രെയിറ്റ് കട്ട് കിട്ടുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്രൗൺ പോർഷൻ അതായത് ചെവിയുടെ കൂടെ ശകലം ബാക്കിൽ നിന്ന് ക്രൗണിൽ ഇച്ചിരി അങ്ങോട്ട് ബാക്കിലേക്ക് ചെവിയുടെ ബാക്കിൽ നിന്ന് സ്ട്രെയിറ്റ് മുകളിലേക്ക് വരത്തക്ക രീതിയിൽ ഉച്ചിയിലേക്ക് വരത്തക്ക രീതിയിൽ 2 വശത്തുനിന്നും മുടി എടുക്കുക. 2 മുഴുവശത്ത് മുടി എടുത്തിട്ട് അത് ഫ്രണ്ടിലേക്ക് ചീവുക. അപ്പം മുടി വെട്ടാൻ നേരത്ത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര പ്രാവശ്യം ചീവി മുടി സ്ട്രെയിറ്റ് ആക്കി വെട്ടുന്നോ അത്രയും നല്ല ഭംഗിയായിട്ട് നമുക്ക് മുടി വെട്ടി കിട്ടും. കാരണം അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം മുടി ചീവുന്ന സമയത്ത് ചിലപ്പോൾ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും കൈതട്ടി കയറി ഇറങ്ങിയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചീവി മുടി പിടിക്കുക. അതിന് ശേഷം നമ്മൾ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇരുവശത്തുനിന്ന് ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പിൽ മുടി താഴേക്ക് പിടിച്ചിട്ട് നമുക്ക് എന്തോരം ലെങ്താണ് ഫസ്റ്റ് ലെയറിന് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്തിനനുസരിച്ച് വെട്ടുക. അപ്പം ഞാൻ ചിന്നിൻ്റെ ഒരു ലെങ്തിനനുസരിച്ചാണ് വെട്ടുന്നത്. ചിൻ ലെവൽ വെച്ചാണ് വെട്ടണത്. അപ്പോൾ ചിൻ ലെവൽ വെച്ചാണ് നമ്മൾ വെട്ടണതെങ്കിലും നമ്മൾ അതിൽ നിന്ന് ഓരോ ഇഞ്ചും കൂടെ നമ്മൾ താത്തി വേണം വെട്ടാനായിട്ട്. കാരണം നമ്മുടെ മുടി ഇപ്പം നനഞ്ഞിരിക്കുക. അപ്പം നമ്മൾ വലിച്ചു പിടിച്ചേക്കുന്നതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ മുടിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി കൂടെ അങ്ങ് ചുരുണ്ട് കയറിപ്പോകും. അപ്പോൾ നമുക്ക് വേണ്ട ലെങ്തിൽ നിന്ന് ഒരു ശകലം കൂടെ താഴേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ വെട്ടിയെടുക്കാനായിട്ട്. അതിനുശേഷം ബാക്കി വെച്ചിരിക്കുന്ന മുടി ഒരു 2 സെക്ഷനായിട്ടാണ് ഞാൻ വെട്ടണത്. അപ്പം ആദ്യം വെട്ടിയ സെക്ഷനോട് ചേർത്ത് തന്നെ നമ്മുടെ കൈ ഇങ്ങനെ പൊക്കത്തിലേക്ക് ചെരിച്ച് പിടിച്ചതിന് ശേഷം കണ്ടോ നമ്മുടെ കയ്യിലേക്ക് രണ്ടാമത് നമ്മളെടുത്ത സെക്ഷനിലെ മുടിയും കൂടെ ആദ്യത്തെ സെക്ഷനിൽ വെട്ടിയ ഗൈഡ് ലൈനിൻ്റെ താഴേക്ക് വരത്തക്ക രീതിയിൽ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട്, ഒരുപാട് മുടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ഒന്നങ്ങ് വെട്ടി വിട്ടാൽ മതി. ഇപ്പോൾ കുറച്ച് മുടിയൊക്കെ എന്നെ പോലെയുള്ളവരാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് നിർത്തി വെട്ടാവോ, അതായത് ഓരോരോ മുടികളായിട്ട് വെട്ടാൻ പറ്റുമെങ്കിൽ
അത്രയും മുടികളായിട്ട് ചെരിച്ച് വെട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കൂടുതൽ ലെയറുകളായിട്ട് നമുക്ക് നമ്മുടെ മുടി കിട്ടും. നല്ല ബൗൺസി ആയിട്ട് നമുക്ക് വെട്ടി കഴിയുമ്പോൾ നിൽക്കും. പിന്നെ അതിനുശേഷം അതുപോലെ തന്നെ രണ്ടാമത്തെ സെക്ഷനിലെ മുടിയും കൂടി എടുത്തതിന് ശേഷം ബാക്കിയുണ്ടായിരുന്ന മുടി അതും കൂടി എടുത്ത് മറ്റേ നമ്മൾ രണ്ടാമത് വെട്ടിയ ലെയറിനോട് ചേർത്ത് വെട്ടിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമുക്കിപ്പം നല്ലതായിട്ട് ചിന്നിൻ്റെ അവിടെ മുതൽ നല്ല ലെയറായിട്ട് താഴേക്ക് മുടി കിടന്നോളും. കണ്ടോ, ശരിക്കും ചിന്നിൻ്റെ അവിടെ നിന്ന് ഒരു ലെയർ പോലെ താഴേക്ക് കിടക്കുന്നുണ്ടോ. വളരെ എളുപ്പമാണ് നമുക്ക് വെട്ടാനായിട്ട്. നമ്മൾ ഇങ്ങനെയാണ് പാർലറിലും നമ്മൾ വെട്ടി കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുത്ത വശത്തു നിന്നും അതുപോലെ തന്നെയാണ് നമുക്ക് വെട്ടേണ്ടത്. അപ്പോൾ അടുത്ത വശത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നാന്ന് ചോദിച്ചാൽ, അന്നേരം നമ്മൾ കൈ പിടിക്കുന്ന അപ്പുറത്തെ വശത്തേക്ക് ആകുമ്പോൾ നമ്മൾ കൈ ഈ രീതിക്കാണ് പിടിക്കേണ്ടത്. എന്നിട്ട് പറഞ്ഞ പോലെ തന്നെ ഓരോരോ മുടികളായിട്ട് വെട്ടാൻ പറ്റുവാണെങ്കിൽ അത്രയും ഓരോന്നായിട്ട് വെട്ടുക. അപ്പോൾ നമുക്ക് അത്രയും ബൗൺസി ആയിട്ട് നമ്മുടെ മുടി നിൽക്കാനായിട്ട് അത്രയും ലെയറുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഈ വശത്തെ മുടികൾ ഞാൻ ഫുള്ള് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലതായിട്ട് ഫ്രണ്ടിലേക്ക് ഒന്ന് ചീവി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, രണ്ട് വശത്തെ മുടി ഇപ്പം ഒരുപോലെ ലെയറായിട്ട് താഴേട്ട് നിൽപ്പുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ. ചിന്നിൻ്റെ അവിടെ മുതൽ താഴേക്ക് നല്ല ലെയറായിട്ട് തന്നെ മുടി കിടക്കുന്നുണ്ടോ. രണ്ട് സൈഡിലും ഇപ്പം ഒരുപോലെ നമുക്ക് ലെയറായിട്ട് മുടി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ബാക്കിലെ മുടി വെട്ടുക എന്നുള്ളതാണ് ഇതിനോട് ചേർത്തിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുടി രണ്ടായിട്ട് ചീവുക, വലതുവശത്തേക്കും ഇടതുവശത്തേക്കും ആക്കിയിട്ട് രണ്ട് പാർട്ടായിട്ട് മുടീനെ പാർട്ടീഷൻ ചെയ്യുക. അതിനുശേഷം ഇനിയിപ്പോൾ നമ്മൾ ബാക്കിൽ ഉള്ള മുടീനെ രണ്ടായിട്ട് എടുത്ത് വെട്ടിയാൽ മതി. അതിൽ പകുതി ഭാഗം ഞാൻ ആദ്യം വെട്ടിയ ലെയറിനോട് ചേർത്ത് എൻ്റെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് അതും ഇതുപോലെ തന്നെ എത്രത്തോളം ചെറുതാക്കി വെട്ടാം, എത്രത്തോളം ഓരോരോ മുടിയായിട്ട് വെട്ടാൻ പറ്റുമോ അത്രത്തോളം ഓരോരോ മുടിയാക്കി വെട്ടി നമ്മൾ ലെയറുകളാക്കി കൊടുക്കാനായിട്ട് നോക്കുക. അപ്പം അതിനുശേഷം ബാക്കിയുള്ള മുടിയും കൂടെ ഇപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് വെട്ടേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യത്തെ സെക്ഷൻ വെട്ടി ബാക്കി ഫുള്ള് ഒരു വശത്തെ ഉള്ള മുടിയും കൂടെ ഫ്രണ്ടിലേക്ക് ചീവിയതിന് ശേഷം ഇത് കണ്ടാൽ നമുക്കിങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എക്സ്ട്രാ നമുക്കിങ്ങനെ നമ്മുടെ ഗൈഡ് ലൈനിൻ്റെ താഴേക്ക് നിൽക്കണ മുടിയോട് ചേർത്ത് വെട്ടാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് വെട്ടാൻ പറ്റുന്നു. കാരണം നമുക്ക് മനസ്സിലാകും എത്രത്തോളം നമുക്ക് ലെയർ വേണം മറ്റതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അന്നേരം എന്ത് ഭംഗി ഉണ്ടാവുമെന്ന്. ഇനിയിപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡും വെട്ടേണ്ടത്. ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ രണ്ട് സെക്ഷനായിട്ട് എടുത്ത് വെട്ടിയാൽ മതി. നമ്മൾ സ്വന്തമായിട്ട് വെട്ടുമ്പോൾ നമുക്ക് രണ്ട് സെക്ഷൻ എടുത്തിട്ടാണ് വെട്ടാൻ പറ്റുള്ളൂ. 3-4 പ്രാവശ്യമൊക്കെ എടുത്ത് വെട്ടാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ 2 പ്രാവശ്യമായിട്ട് തന്നെ വെട്ടിയാൽ മതി, നമുക്ക് ആവശ്യത്തിനുള്ള ലെയർ കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് വശത്തെ ലെയറുകളും വെട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വെട്ടാൻ പോകുന്നത് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിലേക്കുള്ള ലെയറുകൾ വേണമല്ലോ. അപ്പോൾ ബാക്കിലേക്കുള്ള ലെയറുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മുടെ പിരികത്തിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് മുടീനെ ഒന്ന് സെക്ഷൻ ചെയ്ത് വെച്ചു. ആദ്യത്തെ സെക്ഷൻ അതിങ്ങനെ നമുക്ക് പൊക്കത്തിലേക്ക് ഒരു ക്ലിപ്പിട്ട് കുത്തി വെക്കാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലിപ്പില്ല എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ കുഞ്ഞു കുഞ്ഞു ക്ലച്ചറുകൾ കാണുമല്ലോ. അപ്പോൾ ആ ക്ലച്ചറുകൾ ഇട്ട് കെട്ടി വെച്ചാലും മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടി വെച്ചാൽ മതി. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ ഞാൻ എടുത്തിരിക്കുന്നത് ചെവിയുടെ നേരെയാണ്. അതിനുശേഷം ബാക്കി താഴേട്ട് കിടക്കുന്ന മുടി നമ്മൾ അതിൻ്റെ പകുതി ഭാഗം എടുക്കുക. അതിൽ ഒരു സെക്ഷൻ ഞാൻ ഫ്രണ്ടിലേക്ക് എൻ്റെ കയ്യിലേക്ക് പിടിച്ചു, ബാക്കി ഒരു സെക്ഷൻ പുറകിലേക്ക് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ശകലം ഒന്ന് പൊക്കി പിടിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് താഴത്തെ ലെയറിൻ്റെ വശത്തുനിന്ന് എക്സ്ട്രാ എന്തോരം നീണ്ടു നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ ആ എക്സ്ട്രാ നീണ്ടു നിൽക്കുന്നത് മാത്രം നമ്മൾ വെട്ടിക്കളയുക. അപ്പോൾ നമ്മൾ ബാക്കിലെ മുടികൾ വെട്ടുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കണം, ബാക്കിലേക്ക് വലിച്ചു പിടിച്ചിട്ട് വേണം. അതായത് നമ്മുടെ മുടിയുടെ ഡയറക്ഷൻ ഏത് വശത്തേക്കാണോ ആ വശത്തേക്ക് മാക്സിമം മുടി വലിച്ചു പിടിച്ചതിന് ശേഷം ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്ന തുമ്പങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഞാൻ ആദ്യത്തെ സെക്ഷൻ താഴത്തുനിന്നുള്ളത് വെട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അതുപോലെ തന്നെ അടുത്ത സെക്ഷന് നമുക്ക് വെട്ടിയെടുക്കാം. ചെവിയോട് ചേർന്നുള്ള സെക്ഷനും അതും ഇതുപോലെ തന്നെ വെട്ടിയാൽ മതി. രണ്ട് സെക്ഷനായിട്ട് പകുതി മുടി ഇങ്ങനെ ഒന്നിച്ച് ചേർത്ത് പിടിച്ചതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ എന്തോരാണോ പൊക്കി പിടിച്ച് വെട്ടിയത് അതിൽ നിന്ന് ഒരു കുറച്ചും കൂടെ പൊക്കി പിടിച്ച് വെട്ടണം. അന്നേരമാണ് നമുക്ക് നെക്സ്റ്റ് ലെയർ കിട്ടത്തുള്ളൂ. അപ്പം ഇത്രയും ഞാൻ പൊക്കി പിടിച്ച് ഇങ്ങനെ വെട്ടി. അപ്പം പൊക്കി പിടിക്കുമ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് നമ്മുടെ തലയുടെ സൈഡിലേക്കായിട്ട് പൊക്കി പിടിച്ചിട്ട് വേണം ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് മുടി വെട്ടാനായിട്ട്. അതുപോലെ തന്നെ ബാക്കിലെ മുടി വെട്ടുന്ന സമയത്തും ബാക്കിലേക്ക് വലിച്ചു
പിടിച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലേക്ക് നമ്മുടെ കൈ കൊണ്ടുവന്നിട്ട് നമ്മുടെ കണ്ണാടിയിലേക്ക് നോക്കി വെട്ടിയാൽ മതി. ഇങ്ങനെ വെട്ടാനായിട്ട് ഈസിയാണ്. അപ്പോൾ നമ്മൾ അടിയിലെ ലെയർ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാൻ വെട്ടണത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടിയിലെ ലെയറൊക്കെയാണ് ഞാൻ നിങ്ങളെ കത്രിക കൊണ്ട് കാണിച്ചു തരുന്നത്. അതിനുശേഷം മുകളിലേക്ക് എക്സ്ട്രാ നിൽക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് നമ്മുടെ കൈവിരലിൻ്റെ ഇടയ്ക്കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വിട്ടാൽ മതി. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണത്. പിന്നെ നമ്മൾ ഒന്നും കൂടെ ഇപ്പം നമ്മൾ വിട്ടേത്രേ മുടിയിൽ ഒന്നും കൂടെ നമ്മളിങ്ങനെ പൊക്കിയും താത്തിയും ഒക്കെ ഓരോരോ ഡിഗ്രികളായിട്ട് കയറ്റിയൊക്കെ പിടിച്ച് താഴോട്ട് വീഴുന്ന മുടിയൊക്കെ അങ്ങ് താഴോട്ട് വീണോട്ടെ, അത് കുഴപ്പമില്ല. അത് താഴത്തെ ലെയറുകളാണ്. അപ്പോൾ മുകളിലത്തെ ലെയറുകൾ പിന്നെ നമുക്ക് ഇനിയും കുറച്ചും കൂടെ കുഞ്ഞു ലെയറുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 3-4 പ്രാവശ്യം നമ്മൾ മുടികൾ സൈഡിലേക്കും ബാക്കിലേക്കും ഒക്കെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബൗൺസി ആയിട്ട് കടക്കത്തക്ക രീതിയിൽ നമുക്ക് നല്ലോണം ലെയർ കിട്ടും കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഏറ്റവും ടോപ്പിലുണ്ടായിരുന്ന ലെയറും നമ്മൾ താഴേക്ക് അഴിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ഇതാണ് വെട്ടേണ്ടത്. അപ്പോൾ ഇത് വെട്ടുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ പുരുകത്തിൻ്റെ നടുഭാഗത്തുനിന്ന്, അതായത് ഫ്രണ്ടിലെ മുടി മാത്രമായിട്ട് നമ്മളൊരു ചെറിയൊരു ത്രികോണം പോലെ ആദ്യം വെട്ടിയില്ലായിരുന്നു. അപ്പോൾ അത്രയും ഭാഗത്തുനിന്ന് കുറച്ച് ബാക്കോടും കൂടെ, അതായത് പുരുകത്തിൻ്റെ ഒരു നടുഭാഗത്തു നിന്നായിട്ടൊരു കുറച്ച് മുടി എടുത്തിട്ട് ഞാൻ പൊക്കത്തിലേക്ക് കെട്ടി വെക്കുന്നുണ്ട്. കാരണം ഇത് ഓൾറെഡി നമ്മൾ ആദ്യം വെട്ടിയ മുടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വെട്ടിയില്ലേലും കുഴപ്പമില്ല, അതിന് ലെങ്ത് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ അവസാനം ബാക്കിലൊന്ന് പിടിച്ച് വെട്ടുന്നുണ്ട്. അപ്പം പുറകെ വശത്തെ ലെങ്ത്തുള്ള മുടി അതിൻ്റെ കൂട്ടത്തിൽ കട്ട് ചെയ്ത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഇത് ഞാനൊന്ന് ഇങ്ങനെ ഉച്ചയിലേക്കൊന്ന് കെട്ടി വെക്കുന്നുണ്ടേ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു വശത്തെ മുടി ഒരു വശത്തേക്ക് തന്നെ ക്ലിപ്പിട്ട് കെട്ടി വെക്കുക. അപ്പുറത്തെ വശത്തേക്ക് നമ്മൾ വെട്ടി വരുമ്പോൾ നമുക്ക് ഡിസ്റ്റർബ് ആവാതിരിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ നമ്മൾ അഴിച്ചിട്ട മുടി ഇച്ചിരിയും കൂടെ നന്നായിട്ട് പൊക്കി പിടിച്ചിട്ട് ബാക്കി എക്സ്ട്രാ നിൽക്കുന്ന മുടികളും കൂടെ ഇങ്ങനെ വെട്ടി കളയുക. അപ്പം നമ്മൾ 3-4 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് വെട്ടുമ്പോൾ നമുക്കിനി ഏതെങ്കിലും മുടി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഓരോന്നായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് അങ്ങനെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ലെയറുകളായിട്ട് തന്നെ നമുക്ക് പാർലറിലൊക്കെ വെട്ടുന്ന പോലെ തന്നെ വെട്ടാൻ പറ്റും. പാർലറുകളിലൊക്കെ ഇങ്ങനെയാണ് വെട്ടണത് കേട്ടോ. അപ്പോൾ ബാക്കിലെ മുടി വെട്ടുമ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ബാക്കിലേക്ക് കൈ വലിച്ചു പിടിച്ചിട്ട് ഫ്രണ്ടിൽ കണ്ണാടിയിലിട്ട് കൊണ്ടുവന്നിട്ട് വേണം. അപ്പോൾ മുടികൾ നമ്മൾ വിരലിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ മുടി വലിഞ്ഞ് വരത്തില്ല. ഇത് കണ്ടോ, ഇപ്പം ഏകദേശം നമുക്ക് കണ്ടോ ഒരു ചെറിയ ലെയർ പോലെ കിട്ടി. അത്രയും ലെയറാണ് ഞാൻ വെട്ടാറുള്ളൂ ബാക്കിലേക്ക് കേട്ടോ. അതായത് നമ്മൾ സ്റ്റെപ്പ് വെട്ടത്തില്ല, സ്റ്റെപ്പ് വെട്ടുമ്പോൾ ശരിക്കും ഇച്ചിരി കൂടെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വരും, സ്റ്റെപ്പ് കട്ട് എന്ന് പറയണത്. അപ്പോൾ ഞാൻ ഈ ലെയറിൻ്റെ കൂട്ടത്തിൽ അടിവശത്തൊരു ചെറിയ സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് കൊടുത്തിട്ടാണ് വെട്ടണത്. അപ്പോൾ എന്നോട് കഴിഞ്ഞ വീഡിയോയിലും 1-2 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ കട്ട് ഏതാണ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പം ഞാനാണ് ഹെയർ കട്ട് ചെയ്യണത് കേട്ടോ എൻ്റെ. അപ്പം ഇപ്പുറത്തെ വശത്തെ മുടി അപ്പം ഞാൻ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിപ്പം നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ, അപ്പുറത്തെ വശത്ത് വെട്ടിയിരിക്കുന്ന അതേപോലെ തന്നെ വെട്ടിയാൽ മതി. ഇപ്പോൾ കണ്ടോ, ശരിക്കും നമുക്ക് അവിടെ ഒരു ചെറിയ ബൗൺസി ലെയർ അടിവശത്ത് നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ബാക്കിൽ ഫ്രണ്ടിൽ നമ്മൾ കെട്ടിവെച്ച മുടി ബാക്കിലേക്ക് വരുമ്പം ബാക്കിൽ ലെങ്ത്തുള്ള മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ടായി പൊക്കോളൂന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉച്ചി ഭാഗത്ത് നിന്ന് നമ്മൾ ഇച്ചിരി വലിയ വട്ടത്തിൽ കുറച്ച് മുടി ഇങ്ങനെ അങ്ങ് എടുത്തതിന് ശേഷം പൊക്കി കെട്ടി വെക്കുക. കൈക്ക് പിടിച്ചാൽ മതി, പക്ഷെ നമ്മൾ സ്വന്തം വെട്ടുമ്പം കയ്യിൽ നിന്ന് അത് വിട്ടുപോകും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം അത് അൺഈവനായിട്ട് നിൽക്കുന്നതൊക്കെ ഒന്ന് ഈവനായിട്ടൊന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. അതിന് ശേഷം നമ്മുടെ മുടി ബാക്കിലേക്ക് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, നല്ലതായിട്ട് അടിവശത്തൊരു നല്ല ബൗൺസി ആയിട്ടുള്ള ലെയർ കിട്ടിയിട്ടുണ്ട്. പാർലറിൽ ചിലപ്പോൾ എല്ലാ പാർലറുകളിലും ഇതുപോലെ വെട്ടി തരത്തില്ല. ഇപ്പം ഞാൻ വെട്ടണ പാർലറിൽ ഞാൻ പഠിച്ച് ജോലി ചെയ്ത പാർലറിലെ ചേച്ചി ഇതുപോലെ വെട്ടി തരുമായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇതുപോലെ വെട്ടാനായിട്ട് പഠിച്ചത്, ഇത്ര ബൗൺസി ആയിട്ട്. അപ്പോൾ ഇത് കണ്ടോ അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ നമ്മൾ ആദ്യം വെട്ടിയപ്പം അടിവശത്തൊരു സ്ട്രെയിറ്റ് ലൈനായിരുന്നു വന്നത്. ഇപ്പോൾ കണ്ടോ നമ്മളൊക്കെ ഒരു ചെറിയ യുവോട് കൂടി അതുപോലെ ലെയറുകളും ഉണ്ട്. നിങ്ങൾക്കത് ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കും പാർലറിൽ വെട്ടുന്നത് പോലെ തന്നെ ഭയങ്കര ഭംഗിയായിട്ട് മനോഹരമായിട്ട് വെട്ടാം. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇടുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാലും വളരെ ഭംഗിയായിട്ട് അതിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ വെട്ടത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇത് കണ്ടോ,
ഇതാണ് മുടിയുടെ എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ വെട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറി നിന്നായിരുന്നു വെട്ടിയത്. ഇത് ഞാൻ എൻ്റെ വിൻഡോയുടെ അടുത്തേക്ക് വന്ന് കാണിക്കുന്നതാണ് കേട്ടോ. ഇവിടെ എനിക്ക് മുടി വെട്ടാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ഇത് കണ്ടോ, നടുക്ക് നീണ്ടു നിൽക്കുന്നത് ബാക്കിലെ മുടിയാണ് കേട്ടോ. ഇങ്ങനെ കടന്നാലാണ് ബാക്കിലേക്ക് ഒരു യു ഷേപ്പിൽ നമുക്ക് നല്ല ലെയറായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.